ഇന്ധന വില വർധനയിലും വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ച സിപിഎം നെന്മാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചും തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയും ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ മാർച്ചിൽ ഉയർത്തിപ്പിടിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന്, അടിക്കടി വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധന വില കുറയ്ക്കുക. 2, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുക, പെട്രോളിനും ഡീസലിന്റെയും പാചക. 3, സംസ്ഥാനങ്ങൾക്ക് ഇന്ധന വിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നികുതിയിൽ ഒരു ഇളവ് വരുത്തുക. 4, ഈ രാജ്യത്തിലെ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക. 5, തൊഴിലാളികളും കൃഷിക്കാരുടെയും വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുക. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഓരോ വ്യവസായ കേന്ദ്രങ്ങൾ എടുത്താലും ഹോട്ടലുകൾ എടുത്താലും അവരുപയോഗിക്കുന്നത് വ്യാവസായിക ആവശ്യത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകളാണ്. ഈ അടുത്ത കാലത്തെടുത്ത് പരിശോധിച്ചു നോക്കൂ. 1991 ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന രംഗത്തും സംസ്കരണ രംഗത്തും അത് വിതരണം ചെയ്യുന്നതിനും അവകാശമുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ അവകാശത്തെ ആദ്യഘട്ടത്തിൽ പെട്രോളിയം വില വർദ്ധിപ്പിക്കാനുള്ളത് പെട്രോളിയം കമ്പനികൾക്ക് നൽകി. 2, ഡീസൽ വില നിയന്ത്രിക്കാനുള്ള അവകാശവും കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഈ കമ്പനികൾക്കാണ് നൽകിയത്. ഏരിയ സെക്രട്ടറി കെ രമാധരൻ അധ്യക്ഷനായി. ആർ ചിന്നക്കുട്ടൻ, എം രാജൻ, ഉഷ രവീന്ദ്രൻ, കണ്ണനുണ്ണി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.